ഹലോ ഫ്രണ്ട്സ്, നിവിൻ പോളി നായകനായ പുതിയ സിനിമയായിരുന്നു ബേബി ഗേൾ. സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സിനിമ തിയേറ്റർ ഒരു പരാജയമായി മാറി. ഇപ്പോൾ ഇതാ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 12-ാം തീയതിയായിരിക്കും സിനിമ സോണി ലൈവിൽ കൂടെ ഒഫീഷ്യൽ OTT സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ശിവകാർത്തികേയൻ നായകനായ അമരൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ്. ധനുഷ് നായകനായ D55. സായി പല്ലവിയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ഇപ്പോൾ സിനിമയിലേക്ക് നമ്മുടെ മമ്മൂക്കയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം, അതായത് കമ്മത്തം സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂക്കയും ധനുഷും വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഏജൻറ്റിൻ്റെ ഗതിയാവാതിരുന്നാൽ മതി. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പണി. സിനിമ തിയേറ്ററിലേക്ക് ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ സിനിമയുടെ 2ാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംവിധാനം ചെയ്യാൻ പോകുന്നത് ജോജു ജോർജ് തന്നെ. പുള്ളിക്കാരൻ തന്നെയാണ് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് പറയാനൊരു താല്പര്യമില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഈ ഒരു പണിയായതുകൊണ്ട് മാത്രമാണ്. ചിയാ വിക്രം നായകനായ ഏകദേശം 10-15-16 വർഷത്തിന് മുന്നേ നായകനായ സിനിമയായിരുന്നു ഉദ്രവ് എന്ന ചിത്രം. ഡയറക്ടർ ബൈ ഗൗതം വാസുദേവ് മേനോൻ. സത്യം പറഞ്ഞാൽ ഈ വിക്രമെന്ന് പോലും ഓർമ്മ കാണത്തില്ല ഇതേത സിനിമയെന്ന്. അങ്ങനെ സിനിമയുടെ വീണ്ടും പുതിയൊരു റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുവാണ്. ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് മാർച്ച് മാസം 19-ാം തീയതിയാണ്. എന്തെങ്കിലും ഇറങ്ങിയാൽ മതിയായിരുന്നു. ആ വിനായകൻ്റെ പെർഫോമൻസ് എങ്കിലും കാണാമായിരുന്നു സിനിമയിൽ.